ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളെ കണ്ടത് ഇന്ന് തകർത്ത് പെയ്യുന്ന മഴയാണ് കേട്ടോ. വെളുപ്പിനെ തൊട്ട് ഒരേപോലെ നിന്ന് പെയ്യുകയാണ് മഴ. എന്താണെങ്കിലും അടിപൊളി മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മണ്ണൊക്കെ ശരിക്കും ഒന്ന് നനഞ്ഞ് കിട്ടും. ഏലമൊക്കെ ഒന്ന് രക്ഷപ്പെട്ടിട്ട് കിട്ടട്ടെ. മഴയത്ത് പണി ചെയ്യാൻ എല്ലാവർക്കും തന്നെ മടിയാണ്, എനിക്കും മടിയാണ്. എന്നാലും എഴുന്നേറ്റ് പണികളൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. വീട്ടിലുള്ളവരെല്ലാം പട്ടിണിയായി പോകത്തില്ലേ. മഴയ്ക്ക് ഇവിടെ നല്ല തണുപ്പ് കൂടിയാണ്. നല്ല മൂടിപ്പുതച്ചിറങ്ങാൻ അടിപൊളിയാണ്. പക്ഷെ കിടക്കാൻ പറ്റത്തില്ല. രാവിലെ ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കടുങ്കാപ്പി ഇട്ട് കുടിക്കുന്നത് ഒരു ശീലമല്ല. എങ്കിലും മഴയും തണുപ്പും ഒക്കെ ആയപ്പോൾ ഒരു കാക്കുവിനൊക്കെ കടുങ്കാപ്പി ഇട്ട് കൊടുത്തപ്പോൾ പോലും എടുക്കണമെന്ന് തോന്നിയില്ല. പക്ഷേ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ തണുപ്പ് കൂടുവാണ്. എന്നാൽ ഒരു കടുങ്കാപ്പി വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. തൻ്റെ ഇവിടെ ഞാൻ കാപ്പിപ്പൊടി മാത്രമേ ഇടുകയുള്ളൂ കേട്ടോ. പഞ്ചസാര ഞാൻ ഉപയോഗിക്കാറില്ല. എനിക്ക് ഷുഗറൊന്നും ഉണ്ടായിട്ടല്ല, ഞാൻ പൊതുവേ പഞ്ചസാര ഉപയോഗിക്കാറില്ല. ഇങ്ങനെ കുടിച്ച് പഠിച്ചത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. എന്നൊക്കെ ചായ കുടിക്കാനായിട്ട് കയറുമ്പോൾ ഞാൻ ആദ്യമേ പറയും ലൈറ്റായിട്ടേ മധുരം ഇടാവുള്ളെന്ന്. നല്ല കടുപ്പത്തിലല്ലേ കടയിൽ ചായ എടുക്കുന്നത്, അതുകൊണ്ടാണ് മധുരം ലൈറ്റായിട്ട് ഇടാൻ പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് ചായക്കൊന്നും മധുരം വേണ്ട കേട്ടോ. പണ്ട് തൊട്ടേ അങ്ങനെ കുടിച്ച് പഠിച്ചു പോയി. അങ്ങനെ കടുങ്കാപ്പിയൊക്കെ കുടിച്ച് ഇച്ചിരി നേരം മഴയൊക്കെ നോക്കി നിന്ന് അടുത്തത് കാപ്പുകൂടി എല്ലാം കഴിഞ്ഞ് ദാണ്ട ഇനി ഉച്ചയ്ക്ക് ചോറിനുള്ള കറികൾക്ക് വേണ്ടിയാണ്. കുറച്ച് ചക്കക്കുരു എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ മാങ്ങയും മുരിങ്ങയ്ക്കയൊക്കെ ഇട്ട് ഒരു സീസൺ കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി. ചൂട് ചോറും ഈ ചക്കക്കുരു മുരിങ്ങക്ക കറിയും കൂടെ കൂട്ടാനായിട്ട് അടിപൊളിയാണ്. അതിന് വേണ്ടിയിട്ട് ദാണ്ട് ഇവിടെ ചക്കക്കുരു മാങ്ങയും മുരിങ്ങയ്ക്കയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം ഈ ചക്കക്കുരു ഒന്ന് പൊളിച്ച് ചിരണ്ടി എടുക്കണം. ഈ ഒരു മാങ്ങ മുഴുവനായിട്ട് എടുക്കത്തില്ല കേട്ടോ, ഭയങ്കര പുളിയുള്ളൊരു മാങ്ങയാണ്. അതുകൊണ്ട് തന്നെ മാങ്ങയുടെ ഒരു പൂള് മതി. ഒരു പൂളെന്ന് പറയുമ്പോൾ ഒരു സൈഡ് മാത്രം മതി. ദണ്ട് ഇതെല്ലാം കറിക്ക് ആവശ്യമായ രീതിയിൽ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും മാത്രം മതി കേട്ടോ. ഇനി ആദ്യം ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ദണ്ട് ചക്കക്കുരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് ഒന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2 വിസിലടിച്ചാൽ മതി, ചക്കക്കുരു വെന്ത് കിട്ടും. ഇനി അതിനോടൊപ്പം തന്നെ ബാക്കി സാധനങ്ങളും കൂടെ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. ചക്കക്കുരുവിന് മാത്രമേ ഇത് വേവ് കൂടുതലുള്ളൂ, അതുകൊണ്ടാണ് ആദ്യം 2 വിസിലടുപ്പിച്ചെടുക്കുന്നത്. ഇനി മുരിങ്ങയ്ക്കയും മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുരിങ്ങയ്ക്ക ഞാനൊന്ന് 2ആയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അതാകുമ്പം അരപ്പൊക്കെ പിടിച്ച് ഒന്നിങ്ങനെ വലിച്ച് കടിച്ച് ചവച്ചെടുക്കാനായിട്ട് നല്ല ടേസ്റ്റായിരിക്കും. എനിക്ക് തിന്നാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഇനി ഇതും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അല്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കണമായിരുന്നു. പച്ചമുളക് ഇവിടെ തീർന്നു പോയി. അതുകൊണ്ട് തന്നെ 2-3 കാന്താരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ കാന്താരിക്ക് വലിയ എരിവില്ല, അതുകൊണ്ടാണ് 3 കാന്താരി ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഇവിടെ അരപ്പിന് ആവശ്യമായ തേങ്ങ ഒന്ന് ചുരണ്ടി എടുക്കുന്നുണ്ട്. തേങ്ങ, 2-3 ചുവന്നുള്ളി, ഒരു വെളുത്തുള്ളി, അല്പം ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ മഞ്ഞൾപ്പൊടി നേരത്തെ ചക്കക്കുരു മാങ്ങയൊക്കെ വേവിക്കാൻ നേരം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് 1/4 ടീസ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. 2 വിസിലടിപ്പിച്ചപ്പോഴത്തേക്കും മാങ്ങയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞു പോയിട്ടുണ്ട്. മാങ്ങയൊക്കെ വെന്തുടയുണ്ടെങ്കിൽ 1 വിസിലടിപ്പിച്ചാലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിന് ഉപ്പുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കണം. മാങ്ങയ്ക്ക് പുളി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നല്ല പുളിയൻ മാങ്ങയാണെന്ന്. അതുമല്ല, കുറച്ച് ഉപ്പേ ചക്കക്കുരു വേവിക്കാൻ നേരം ഇട്ട് കൊടുത്തിരുന്നുള്ളൂ. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഇനി അരപ്പൊന്ന് ചെറുതായിട്ട് ചൂടായി വരണം. അതിനുവേണ്ടി ചെറിയ ഫ്ലെയിം ഒന്ന് കൊടുക്കണം. അരപ്പൊഴിച്ച് കഴിഞ്ഞ് കറി തിളയ്ക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും വേറെ, കറിയുടെ ആ ഒരു രീതിയും വേറെയായി പോവും. ശേഷം ഇതിലേക്ക് കടുക് വറുത്തൊഴിച്ച് കൊടുക്കണം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ അല്പം കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നപ്പോഴേക്കും ഉള്ളി ചെറുതായി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 വറ്റൽമുളക് കൂടി ഇട്ട് ഇളക്കിയെടുത്ത് കറിയിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ചക്കക്കുരു മാങ്ങ കറി ഇവിടെ റെഡിയാണ്. വളരെ സിമ്പിളാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇവിടെ ഒരുപാട് കറിയൊന്നും വേണമെന്നില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കറിയോ അങ്ങനെയൊക്കെ മതി. എന്താണേലും കറിയൊക്കെ വെച്ചിട്ട് മഴ നോക്കി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഏലത്തിന് കവാത്തെടുത്ത് തുടങ്ങണം. അല്ലെങ്കിൽ ഈ മഴയും കൂടെ ആകുമ്പോഴത്തേനും എല്ലാം കൂടെ ചീഞ്ഞു പോവും. ഉണങ്ങിയും പോയി ചീഞ്ഞും പോയി കഴിഞ്ഞാൽ ഏലം ഒന്നും ഇല്ലാതാവും. അതുകൊണ്ട് ഞാനിവിടെ കവാത്തെടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഒരുവിധമൊക്കെ കവാത്തെടുത്ത് വന്നു.
രാവിലെ തുടങ്ങിയ മഴയാണ്, നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് ശക്തി കുറഞ്ഞ് പെയ്യും, പിന്നെ ഒന്ന് ശക്തി കൂട്ടി പെയ്യും, അങ്ങനെ ഇങ്ങനെയൊക്കെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇവിടെ ഏലത്തിന് കവാത്ത് എടുത്തുകൊണ്ടിരിക്കുമ്പം ലാസ്റ്റ് ഭാഗം ഏലക്ക എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ബാംഗ്ലൂരിലെ ടൂറൊക്കെ ആയിട്ട് പോയിട്ട് വന്നപ്പോൾ ഏലക്ക ഉണങ്ങിപ്പോയിരുന്നു. എന്നാൽ കവാത്ത് എടുത്തുകൊണ്ട് വരുമ്പോൾ കുറേയൊക്കെ ഏലക്ക ഇതാ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചേച്ചിമാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ വരാനായിട്ട്. എന്താണെങ്കിലും അവരൊക്കെ നല്ല പണിത്തിരക്കിലാണ്. എല്ലാവരുടെയും ഏലമൊക്കെ ഉണങ്ങിപ്പോയത് കൊണ്ട് നല്ല കവാത്തെടുപ്പൊക്കെ നടക്കുവാണ്. 2 ദിവസം കഴിയട്ടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉള്ള ഏലയ്ക്ക ഒന്ന് പറിച്ചെടുക്കാമെന്ന് കരുതിയാണ് അവരെ വിളിച്ചിരിക്കുന്നത്. എന്താണേലും ദാണ്ട് ഇവിടെ കവാത്തെടുത്ത് ഏലം വൃത്തിയാക്കി കൊടുക്കണം. അതുകൊണ്ട് ദാണ്ട് കാര്യമായിട്ട് മഴയൊന്നും നോക്കാൻ നിന്ന് കവാത്തെടുക്കുക കേട്ടോ. കവാത്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. കവാത്തെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല വെട്ടി വൃത്തിയാക്കി തന്നെയാണ് പോകുന്നത്, അല്ലെങ്കിൽ പാടായിരിക്കും. ഞാനിവിടെ കവാത്തെടുക്കുന്ന വീഡിയോ പിടിച്ചു തരുന്നത് കാക്കുവാണ് കേട്ടോ. മഴയൊന്ന് നോക്കിയിട്ട് കവാത്തെടുക്കാൻ എന്നോട് പറഞ്ഞതാണ്. പക്ഷെ മഴ നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഏലത്തിൻ്റെ ചുവട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഒന്നാമത് ഏലത്തിൻ്റെ ചുവടെല്ലാം ഒന്ന് വെന്ത് നിൽക്കുകയാണ്. വെന്ത ശേഷമാണ് ഇങ്ങനെ തട്ട മറിഞ്ഞ് കിടക്കുന്നത്. അതുകൊണ്ട് വെള്ളവും കൂടെ ചെല്ലുമ്പോൾ സുഖമായിരിക്കും. നല്ല വൃത്തിയായിട്ടൊന്ന് കവാത്തെടുത്ത് വിട്ടാലേ ശരിയാവത്തുള്ളൂ. ഒരുപാട് ഏലമൊന്നും എനിക്കില്ല, ഒരു 60 മൂട് ഏലമേ മൊത്തം കാണുകയുള്ളൂ. അതിൻ്റെ മുഴുവനും കവാത്ത ഒരു ദിവസം കൊണ്ട് എടുക്കാൻ പറ്റുകയില്ല. കാരണം നമുക്ക് വീട്ടിൽ ഒരുപാട് പണികളുണ്ടല്ലോ. അതിൻ്റെ കൂടെ മോനെ പള്ളിയിലൊക്കെ വിടണം. പിന്നെ വെക്കേഷനല്ലേ, കുഞ്ഞുങ്ങൾ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് ചോറ്, കാപ്പി അല്ലെങ്കിൽ ഇടയ്ക്ക് സ്നാക്സ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ടൊക്കെ കയറിപ്പോവും. നല്ല മഴയായതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ ഫത്താവും കുക്കുമൊക്കെ ഇങ്ങനെ എൻ്റെ ഒപ്പം തന്നെ പറമ്പിൽ കൂടെ നടക്കും. അത്യാവശ്യം ഒന്ന് വേണ്ടാത്ത പോയി കിടക്കുന്ന ഏലത്തട്ടകളെല്ലാം വെട്ടിക്കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ചുവട് വൃത്തിയാക്കണമെങ്കിൽ ചേച്ചിമാർ വന്ന് എടുത്ത ശേഷം വേണം അതിൻ്റെ ശരങ്ങളൊക്കെ മുറിച്ച് കളയാനായിട്ട്. എന്താണേലും ചുവട്ടിൽ നിന്ന് ചപ്പൊക്കെ നീക്കി ദാണ്ട് പോയ ഏലങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് കൊടുക്കാം. അവർ വന്ന് എടുത്ത ശേഷം നടുക്കത്തെ ശരങ്ങളൊക്കെ മുറിച്ച് കളയാവുന്നുള്ളതേ ഉള്ളൂ. വൈകിട്ടൊരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്നത്തെ മഴയ്ക്കൊരു ശമനമായി തുടങ്ങി കേട്ടോ. ഒട്ടും തന്നെ പെയ്യുന്നില്ല. അതുകൊണ്ടാണ് സ്പീഡിന് കവാത്തെടുത്ത് പോകാൻ പറ്റുന്നത്. എങ്കിലും തീർത്തുണങ്ങി നിൽക്കുന്ന ശരമൊക്കെ ഞാൻ കണ്ടിച്ച് കളയുന്നുണ്ട്. കായെടുക്കാനായിട്ട് വരാൻ നോക്കുന്നില്ല. തീർത്തുണങ്ങിയത് കൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത ശേഷം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.